ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ബുഷി ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് പ്ലാന്റ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു 2 വെറൈറ്റി പാമും ഉണ്ട്, അതേപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയും ഉണ്ട്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് സമയം കളയാതെ ഓരോ പ്ലാന്റ് ആയിട്ട് കാണാം. ആദ്യത്തെ നമ്മളെ മിനിയേച്ചർ ആയിട്ടുള്ള ക്യൂട്ട് ലുക്കിംഗ് ആയിട്ടുള്ള നമ്മുടെ ടേബിൾ ടോപ്പ് പാമിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഇതാണ് ടേബിൾ ടോപ്പ് പാം എന്ന് പറയുന്നത്. ഇത് മിനിയേച്ചർ പാം വെറൈറ്റി ആണ്. ഒരുപാട് ഹൈറ്റ് ഒന്നും വയ്ക്കില്ല. ഇതുപോലെ നല്ല ബുഷിയായിട്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതിന് ബാംബു പാം എന്നും പേരുണ്ട്. കാരണം ഇതിന്റെ ലീഫും അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റെം ഒക്കെ കാണാനായിട്ട് നമ്മുടെ ബാംബു ഉണ്ടല്ലോ, അതിന്റെ ഒരു രൂപസാദൃശ്യം ഉള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കുറെ ദിവസം നമ്മൾ അന്വേഷിച്ച് നടന്നിട്ടാണ് നമുക്ക് ഈ ടേബിൾ ടോപ്പ് പാമിന്റെ പ്ലാന്റ്സ് നമുക്ക് കിട്ടിയത്. പക്ഷെ വന്നിരിക്കുന്നതെല്ലാം നമുക്ക് ഈ ഡിഷിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ അതിനൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു 2 സെറ്റ് പ്ലാന്റ് ഇതിൽ റിപ്പോർട്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഒരു സെറ്റിൽ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത് കേട്ടോ. ഇത്രയാണ് ഒരു പ്ലാന്റിൽ ഈ ഒരു ഇതിൽ വരുന്ന പ്ലാന്റ്സിന്റെ സൈസ് എന്ന് പറയുന്നത്. നല്ല ബുഷിയായിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്ലാന്റിന്റെ തന്നെ 2 എണ്ണം നിങ്ങൾ ഇതേപോലെ കമ്പൈൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇതേപോലെ 2 എണ്ണം നിങ്ങൾ കമ്പൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് മാറും. അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 130 രൂപയാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നമുക്ക് ഫുള്ളി ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇത് ഒരുപാട് ഹൈറ്റ് ഒന്നും വയ്ക്കാത്തത് കൊണ്ടിട്ട് നമുക്ക് ടേബിളിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ, നമ്മുടെ കിച്ചണിലോ ലിവിങ് ഏരിയയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കുറച്ച് സ്പേസിൽ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താനായിട്ട് പറ്റും. അതേപോലെ ലോ മെയിൻ്റെനൻസ് ആണ്. നമ്മൾ ഒരുപാട് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട്. പ്ലാന്റിന്റെ ഒരു സൈസ് ഞാൻ എന്റെ കൈ വെച്ച് കാണിക്കാം കേട്ടോ. ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത്. ലീഫിന്റെ കളർ പാറ്റേണും കളർ ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാനായിട്ട് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഒരു ഇതിൻ്റെ അകത്ത് ഇത്രയാണ്, ഒരു 7-8ഓളം പ്ലാന്റ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ബുഷിയായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ 2 എണ്ണം ഇതേപോലെ കമ്പൈൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു സെറ്റിന്റെ റേറ്റ് നമുക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഫുൾ പോട്ടല്ല, നമ്മൾ ഈ ഒരു ട്രേക്കകത്ത് വരുന്ന ഈ ഒരു ഇത്രയും പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 130 രൂപയാണ് കേട്ടോ. ഈ ഒരു കുറെ റിപ്പീറ്റ് ആയെന്ന് തോന്നുന്നു. അത് എങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തരണമെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. അപ്പം ഈ ഇത്രയും പ്ലാന്റിന്റെ റേറ്റ് ആണ് കേട്ടോ 130 രൂപ വരുന്നത്. അപ്പൊ പ്ലാന്റിന്റെ സൈസ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇത്രയാണ് ഉള്ളത്. എന്റെ കയ്യിൽ ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ പോട്ടടക്കം ഇത്രയാണ് സൈസ് വരുന്നത്. റേറ്റ് 130 രൂപയാണ്. ഇത് ഞങ്ങൾ 2 പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു പ്ലാന്റ് അല്ല, 2 പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്രയും ബുഷിയായിട്ട് നിൽക്കുന്നത്. അതേപോലെ ഇത് മാറ്റി നട്ടിട്ട് ഒരു 2 വീക്സോളം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൻ്റെതും കൂടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഭംഗി. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. രണ്ടാമത്തേത് ഒരു പാം വെറൈറ്റി തന്നെയാണ്. പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ടേബിൾ ടോപ്പ് പാം പോലെ തോന്നും, പക്ഷെ ഇത് ടേബിൾ ടോപ്പ് പാം അല്ല. ഇത് കമഡോറ പാം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് മിനിയേച്ചർ വെറൈറ്റി ആണ്. പക്ഷെ നമ്മൾ ടേബിൾ ടോപ്പ് പാമ്പിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ഒക്കെ ഹൈറ്റിൽ വളരും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന പ്ലാന്റിന് തന്നെ ഈ ഒരു ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇത്രയും ഒരു ഹൈറ്റ് ഉണ്ട്. പോട്ടോട് കൂടി ഇത്രയും ഒരു ഹൈറ്റ് ഉണ്ട്. നമ്മളെ ടേബിൾ ടോപ്പ് പാമ്പ് മാക്സിമം അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് ഒക്കെ വരത്തുള്ളൂ. ഇത്ര ഹൈറ്റ് വയ്ക്കത്തില്ല. ഈ ഒരു ലെവലിലൊക്കെ ഹൈറ്റ് വയ്ക്കത്തുള്ളൂ. ഈ പാമ്പ് കുറച്ചും കൂടെ നന്നായിട്ട് ഹൈറ്റ് വെക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ലീഫൊക്കെ ഒരു ഇത്രയൊക്കെ സൈസിൽ വരും. എല്ലാത്തിന്റെയും കളർ ഷെയ്ഡ് ഒരുപോലെ തന്നെയാണ്. കളർ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്ന കമഡോറ പാം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പോട്ടിൽ തന്നെ 10-ൽ കൂടുതൽ ഷൂട്ട്സ് വരുന്നുണ്ട്. പുതിയ മുളകളും വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് വീടൊക്കെ വെക്കുന്നവർക്കേ, എല്ലാവരും ഇപ്പൊ പുതിയതായിട്ട് വീട് വെക്കുമ്പോൾ ഒരു ബുദ്ധന്റെ സ്റ്റാച്യു വന്നിട്ട് വയ്ക്കാനായിട്ടൊരു സ്ഥലം നമ്മളെ എന്തായാലും മിക്ക ആൾക്കാരും ലീവ് ചെയ്തിടുന്നുണ്ട്. അപ്പം ചെറിയ സൈസിലുള്ള ബുദ്ധന്റെ പ്രതിമയൊക്കെ നമ്മൾ ഈ ഒരു പോട്ടിൽ ഇതിന്റെ കൂടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരു ഓവൽ ഷേപ്പിലുള്ള നമ്മുടെ ഈ അഡീനിയം പ്ലാന്റ്സും അതേപോലെ തന്നെ നമ്മുടെ ഈ ബോൺസായി പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സെറാമിക് പോട്ടിലേക്ക് ഈ ഒരു പ്ലാന്റും അതേപോലെ തന്നെ നല്ലൊരു കുഞ്ഞു ബുദ്ധന്റെ സ്റ്റാച്യൂയും കുറച്ച് പെബിൾസ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്കാണ്. നമുക്കൊരു ടേബിൾ ഷോ പീസായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാഷ് ബേസിന്റെ അടുത്തോ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ പാമ്പിന്റെ പേര് കമഡോറ പാം എന്നാണ്. ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 270 രൂപയാണ് കേട്ടോ.
ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ. അതാ വേറൊരു പ്ലാന്റ് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ പ്ലാന്റ് നമുക്ക് പോട്ടോട് കൂടി അയക്കുന്നത് ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളിതിങ്ങനെ പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. ഇനി ആർക്കെങ്കിലും പോട്ടോട് കൂടി വേണമെന്നാണെങ്കിൽ അത് നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. അപ്പൊ ഈ ഭാഗം വെയിറ്റും ഇല്ല, ഇവിടെ നല്ല വെയിറ്റും ആണ്. അപ്പൊ നമ്മൾ എത്ര സേഫ് ആയിട്ട് ഇവിടെ പേപ്പറൊക്കെ വെച്ച് പാക്ക് ചെയ്താലും നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണത്താൽ ഈ ബോക്സിൽ നിന്ന് എന്നുവെച്ചാൽ ഈ പോട്ടിൽ നിന്ന് ഈ പ്ലാന്റ് വിട്ട് വരികയാണെങ്കിൽ പ്ലാന്റ് ഫുള്ള് ഡാമേജ് ആയിപ്പോവും. അതേസമയം നമ്മൾ ഈ പോട്ടിൽ നിന്ന് ഇളക്കിയിട്ടാണെങ്കിൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഒരു രീതിയിലും പ്ലാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ആ ഒരു സേഫ്റ്റിയുടെ ഇത് കാരണമാണ് കേട്ടോ നമുക്ക് ഈ ടൈപ്പ് പ്ലാന്റ്സ് ഒന്നും പോട്ടോട് കൂടി അയക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കമഡോറ പ്ലാന്റിന്റെ റേറ്റ് 270 രൂപയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഫീലോഡൻഡ്രോൺ വെറൈറ്റിയാണ്. നമ്മുടെ ഫീലോഡൻഡ്രോണിന്റെ ഗോൾഡൻ സനഡൂന്റെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സൈസാണ് പ്ലാന്റിനുള്ളത്. പക്ഷെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ബുഷി ആയിട്ട്, അതേപോലെ തന്നെ ഇതിന്റെ ലീഫിന്റെ കളർ കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളറാണ്. നല്ല ഒരു ലൈറ്റ് ഗ്രീനും അല്ല, ഒരു ലൈറ്റ് യെല്ലോ അല്ലാത്ത ഒരു വല്ലാത്തൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. അതേപോലെ തന്നെ നല്ല റൂട്ടഡ് ആണ്. ഈ പോട്ട് ഫുള്ള് ഇതിന്റെ റൂട്ടാണ്. അതായത് ഇതിന്റെ അടിവശത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ റൂട്ടൊക്കെ വെളിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ പ്ലാന്റ് ആണ്. ഇതിന്റെ കളർ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് അടുത്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിന്. അതേപോലെ ഒരുപാട് ലീഫും അതേപോലെ തന്നെ ഒരുപാട് ഷൂട്ട്സ് ഒക്കെ ആയിട്ടാണ് ഈ പ്ലാന്റ് ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 240 രൂപയാണ് കേട്ടോ. ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത്. ഞാൻ ജസ്റ്റ് വേറൊരു പ്ലാന്റ് കൂടെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് നേരിട്ട് കണ്ട ആരാണെങ്കിലും വാങ്ങിപ്പോവും, അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഫീലോഡൻഡ്രോൺ ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു പ്ലാന്റ് വാങ്ങി നിങ്ങൾ വീട്ടിൽ വെച്ചോളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. പിന്നെ ഇത് ഒരുപാട് ഹൈറ്റ് വെക്കുന്ന രീതിയിലുള്ള പ്ലാന്റ് അല്ല. ഇത് ഇതുപോലെ ഇങ്ങനെ ബുഷിയായിട്ട് പോകുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് ഒരു പ്ലാന്റിന്റെയും കൂടെ ക്ലോസ് ലുക്ക് കാണിച്ചു തരാം. സൈസ് വരുന്നത് ഇത്രയാണ് കേട്ടോ. സൈസ് ഇത്രയേ ഉള്ളൂ. പോട്ടോട് കൂടിയിട്ടാണെങ്കിൽ ഇത്രയും സൈസ് വരുന്നുണ്ട്. പ്ലാന്റിന്റെ മാത്രം സൈസ് ഇത്രയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ 3 പ്ലാന്റ്സ് ആണ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്നതിനുള്ള നല്ല 3 പ്ലാന്റ്സ് ആണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ. അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. നമുക്ക് കേരള, തമിഴ്നാട് ആൻഡ് കർണാടക ഈ 3 സ്റ്റേറ്റ്സിലാണ് ഇപ്പോൾ ഡെലിവറി ഉള്ളത്. അതേപോലെ തന്നെ DTDCയും പ്രൊഫഷണൽ കൊറിയർ വഴി നമ്മൾ പ്ലാൻസ് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.